രസമില്ല, കാണാനും നല്ല ഭംഗി. ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കേട്ടോ. ആ തോലും കൂടെ കഴുകിയാണ്ട് കൂട്ടുകരിഞ്ഞ് കാണ്ടും വെക്കട്ടോ. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കുറച്ച് കറിയൊക്കെയില്ല. അപ്പോൾ കുറച്ച് ചക്കക്കുരും ഇതും കൂടെ ഇട്ടിട്ടാണ് ഇന്നത്തെ കറി. വിത്ത് വെള്ളത്തിലിട്ട് പുതർത്തിയിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ നടുക. കുഴിയായത്തിലൊക്കെ പെട്ടത് കുറച്ചവിടെ വിട്ടിട്ട് ചങ്ങട്ട് പോയി ഒന്നും ഒരു കുച്ചിലിടും. ഓരോന്നിട്ടാ മതി, എല്ലാവരും ഇടണ. ഇവിടെ കുഴിച്ചിടാം, ഇവിടെ കുഴിച്ചിടാം. ഇങ്ങോട്ട് ഇട്ടതാ, നിങ്ങളാരും ഇടണ്ട, ഞാനും മണ്ണിടട്ടെ. കുറച്ച് മണ്ണാക്കിയാൽ മതി, തോനെ മണ്ണായാൽ മുളച്ചിടും. ആരും ഇവിടെ ചവിട്ടരുത് ഇട്ട് ഇനി വട്ടക്ക മുറിക്കാണ്ട് അല്ല ചാമ്പക്ക പറിച്ചാണ്ട്. ഇവിടെ നമ്മൾ മുമ്പ് പിന്നെ വെണ്ടക്ക ഉണ്ടാക്കിയിട്ട് ഒരുപാട് വെണ്ട ഉണ്ടായിരുന്നു. ഇവിടെ ഈ വൈക്കൽ വെണ്ടക്ക ഉണ്ടാക്കിയിട്ട് ഇതാണ് വെണ്ടൻ്റെ മരം ആടൊക്കെ തിന്നലുള്ളൂ. വെണ്ടക്കുരു കഴിഞ്ഞോ വെള്ളം എടുത്ത് കഴിച്ചോ. ഇത്ര അങ്ങനെയൊക്കെ പിടിച്ച് പോകണം, ഒന്ന് നിന്നെടുത്താൽ പോരപ്പോൾ വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചണപ്പോൾ ഫോണ് വീഡിയോ ഫോൺ അത് പറഞ്ഞു പോവും ഒക്കെ മുറിച്ചിട്ട്. കഞ്ഞി വെക്കണം, കഞ്ഞി വെക്കാൻ പറഞ്ഞു പോകട്ടെ കുട്ടിയെ. ബീഫുകളെക്കാട്ടി കുറച്ച് ഒഴിച്ചേ ഓന് അതിന് പൊതർന്നോട്ടെ നല്ലോണം. വെള്ളത്തിലിട്ട് പൊതർത്തി മുളച്ചിട്ട് അങ്ങനെ ഒഴിച്ചല്ലേ. അല്ല, ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ചാൽ ഇതൊക്കെ പറഞ്ഞു പോവല്ലോ. ഒരു കുഴിക്ക് ഒരു പാട്ട വെള്ളം തന്നെ. മഴ പെയ്തുകൊണ്ട് കുറച്ച് പൂലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. പുതിയ സാധനം കുഴിച്ചിടുമ്പോൾ മെല്ലെ വെള്ളം പാർന്നു കൊടുക്കാനേ പറ്റുള്ളൂ. മാത്രം വെള്ളം ഒഴിച്ചില്ല, അല്ലാഞ്ഞാലേ ഇതൊക്കെ പറഞ്ഞു പോരും, വിത്തൊക്കെ മുകളിലാക്കും. ഫോൺ നോക്കി കുട്ടീൻ്റെ ഓരോന്നും കുഴിച്ചിട്ടില്ല. ഇങ്ങനെ ചമ്മലും ചണ്ടും ഒക്കെ നിറക്കുക, അതിന് മേലെ വളം മറക്കുക, അതിന് മേലെ ഇത്തിരി മണ്ണൂടും, എന്നിട്ട് അതിലാണ് നടും. എന്നാലും ഉണ്ടാവും നമ്മളെ പൂതിക്കൊക്കെ. വളമൊക്കെ പിന്നെ ഒരു വഞ്ചവും ഇല്ലാണോ.
ഞാൻ ഈ വിത്ത് വാങ്ങിക്കൊണ്ടു അതിന് എല്ലാം കുറച്ചിട്ട് കണ്ട് മണ്ണിട്ട് ഇവിടെ വെച്ച് നനച്ചതാണ്. ഇത് മുളക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. മത്തൻ്റെ 2-3 മരട് പിരിച്ചേക്കട്ടെ. മത്തൻ കായ്ച്ചിട്ടില്ലെങ്കിൽ ഇലയിലേക്ക് തിന്നല്ലോ. പിന്നെ ഞങ്ങൾ ആട് ഇപ്പം പ്രസവിച്ചിട്ടുള്ളൂ കേട്ടോ. ആ കുട്ടിയാണ് ആ കരയുന്നത്. വന്ന് പല വക പണികളും ഇവിടെ നടന്നു. ചേമ്പ് കളക്കലും നടലും ആടിൻ്റെ പ്രസവവും ഇങ്ങനെ ഓരോരോ പണികൾ. ഇതും ഞാൻ ഇന്ന് രാവിലെ നട്ടതാണ്, മുറിയൂട്ടി.